പ്ലൂട്ടോയിൽ എത്തി നിൽക്കുന്ന ആ ഒരു 2 വർഷത്തിൽ അത്ര എഫേർട്ട് തന്നെ ആ 2 വർഷം കൊണ്ട് ഇടേണ്ടി വന്നു. അപ്പോൾ ടൈം കുറവും എഫേർട്ട് കൂടുതലും എന്നുള്ളൊരു ഇതാവുകയാണ് ചെയ്തത്. ശരിക്കും ഈ സ്ക്രിപ്റ്റിൽ എന്തെന്ന് നോക്കുന്നതിനേക്കാളും എങ്ങനെ സ്ക്രിപ്റ്റിന്റെ ബിയോണ്ട് ദ സ്ക്രിപ്റ്റ് എങ്ങനെ ഹ്യൂമർ കൊണ്ടുവരാന്നുള്ളതായിരുന്നു നമ്മുടെ ഫോക്കസ്. കാരണം ഈ ആക്ടേഴ്സ് ഒക്കെ അതിൽ എക്സ്പീരിയൻസ് ഉള്ളത്. പെട്ടെന്ന് ചേട്ടനോട് ചേട്ടാ ഇങ്ങനെ ഒരു സാധനം ചെയ്തു നോക്കിയാലോ, ആ ഒരു സെക്കൻഡിൽ പുള്ളിക്ക് കിട്ടി. ഇവരോട് ചില സമയത്ത് നോ പറയേണ്ടി വരും. അതും ഭയങ്കര പ്രോസസ്സാണ്. ഇവര് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു സാധനം ചെയ്യാന്നൊക്കെ പറയുന്നത്. അവരെത്ര നല്ലത് ചെയ്താലും ഹേറ്റേഴ്സ് ഇസ് ഗോണ ഹേറ്റ്. അപ്പൊ നമ്മൾ എത്ര നല്ലത് ചെയ്താലും നല്ല റിവ്യൂസിന് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അതിന്റെ വഴിക്ക് പോകും. പിന്നെ സ്പൈഡർമാന്റെ ഓഡിയൻസിനും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മളിത് എടുത്തു വെച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ ഒരു കോമിക് ബുക്ക് സ്റ്റൈലിലൊക്കെയാണ് നമ്മളിത് എടുത്തു വെച്ചിട്ടുള്ളത്. സംവിധായകൻ ആദിത്യൻ ചന്ദ്രശേഖറാണ് ദ ക്യൂ അഭിമുഖത്തിൽ. സ്വാഗതം, വെൽക്കം ടു ക്യൂ സ്റ്റുഡിയോ. നമ്മൾ പ്ലൂട്ടോൻ്റെ ഒരു പ്രീ റിലീസ് കോൺവെർസേഷൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ തുടങ്ങുന്നത്. ഈ സെക്കൻഡ് ഫിലിമിലേക്കുള്ള ജേണി ആണല്ലോ നമ്മൾ അന്ന് സംസാരിച്ചത്. പൊതുവേ നമ്മൾ പറയുന്നതാണ് ഫസ്റ്റ് ഫിലിം മേക്കറിൻ്റെ ഒരു സ്ട്രഗിൾ, ആ ഒരു ജേണി ഭയങ്കര മോട്ടിവേഷനും സ്ട്രഗിളും ഒക്കെ നിറഞ്ഞൊരു സംഗതി പറയാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പറയുന്നത് ഒറ്റപ്പടം, ഫസ്റ്റ് പടം ഓണായി കിട്ടിയാൽ മതി, പിന്നെ ഓക്കെയാണ്, പിന്നെ അങ്ങോട്ടുള്ള ജേണി ഭയങ്കര സ്മൂത്താണ് എന്നുള്ളത് ശരിക്കും ഇതൊരു മിത്താണോ? ഭയങ്കര വലിയൊരു മിത്താണ്. ആക്ച്വലി ഫസ്റ്റ് പടം നമ്മളൊരു ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല, അല്ലെങ്കിൽ നമ്മളൊരു അസിസ്റ്റ് ചെയ്യാത്ത ഒരാളാണ്. ഞാൻ ആദ്യം അസിസ്റ്റ് ഒന്നും ചെയ്തില്ല. അപ്പം അങ്ങനെ വരുന്ന ഒരാൾക്ക് ഫസ്റ്റ് പടം എന്ന് പറയുന്നത് ഭയങ്കര ഒരു മൈൽ സ്റ്റോൺ ആണ്. അപ്പം അങ്ങനെയാണ് ഞാൻ എനിക്കൊരു ഫസ്റ്റ് പടത്തിലോട്ട് എത്തുന്നത്. അത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആവും എന്നുള്ളൊരു രീതിയിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മോർ ദാൻ നമ്മളൊരു കാൽക്കുലേറ്റ് ചെയ്ത് ഒരു സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്ത് വർക്ക് ചെയ്തതിനേക്കാളും ഒരു ഫസ്റ്റ് പടം എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റിയിലായിരുന്നു എൻ്റെ ഹൈ എന്ന് പറയുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈസി ആവും എന്നുള്ളത് ഭയങ്കരമായൊരു തെറ്റിദ്ധാരണയാണെന്ന് ഞാൻ പറയും. കാരണം ഞാൻ ഏകദേശം ഒരു 10-12 കൊല്ലം, ഞാൻ ഒരു 18 വയസ്സ് മുതൽ സിനിമയുടെ പുറകെ ഉണ്ട്. 18-16 വയസ്സ് മുതലുണ്ട് തിയേറ്ററൊക്കെ ചെയ്തിട്ട്. 10 മുതൽ ചെയ്ത് 10 വർഷം ട്രൈ ചെയ്തിട്ടാണ് എനിക്കൊരു സിനിമ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ആക്ച്വലി ആ 10 വർഷം ഞാനിട്ട് എഫേർട്ട്, പിന്നെ ഈ ഒരു പ്ലൂട്ടോയിൽ എത്തി നിൽക്കുന്ന ആ ഒരു 2 വർഷത്തിൽ അത്ര എഫേർട്ട് തന്നെ ആ 2 വർഷം കൊണ്ട് ഇടേണ്ടി വന്നു. അപ്പോൾ ടൈം കുറവും എഫേർട്ട് കൂടുതലും എന്നുള്ളൊരു ഇതാവുകയാണ് ചെയ്തത്. ശരിക്കും എനിക്ക് ഇപ്പം ഭയങ്കരമായി വർക്കായി കഴിഞ്ഞാൽ മേ ബി ഈസി ആവുമായിരിക്കും. പ്ലൂട്ടോ ആക്ച്വലി ഇപ്പോൾ നിങ്ങളുടെ അപ്രോച്ച് തന്നെ ഹ്യൂമർ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് തന്നെയാണ് അപ്രോച്ച്. ഇപ്പോൾ ഈ ഹ്യൂമറിൻ്റെ കാര്യം പറയുമ്പോഴും ഇതിൽ ഭയങ്കര സ്ട്രെയിറ്റ് ഹ്യൂമറാണ്. അതായത് ഒരു സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ് കൈൻഡ് ഓഫ് ഒരു സോണിൽ നിൽക്കുന്ന, ഭയങ്കര തലപുകഞ്ഞ് ആലോചിക്കേണ്ടാത്തൊരു സോണിൽ തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഈ പ്ലൂട്ടോൻ്റെ സ്ക്രിപ്റ്റ് ഡെവലപ്മെൻറ്റും ഡിസ്കഷനിലും ഒക്കെ ഹ്യൂമറിനെ എവിടെ പ്ലേസ് ചെയ്യാം, അങ്ങനത്തെ ചർച്ചകൾ എങ്ങനെയായിരുന്നു? ഇത് സ്ക്രിപ്റ്റ് ആദ്യം ഞാൻ വായിച്ച സമയത്ത് തന്നെ ഇതിലൊരു ബ്രെയിൻ റോട്ടിഷ് ആയിട്ടുള്ളൊരു പരിപാടി ഉണ്ട് എന്നുള്ളത് കിട്ടിയായിരുന്നു. അപ്പോൾ ബേസിക്കലി ഇങ്ങനെയുള്ള പടങ്ങൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഓൺ പേപ്പർ ഈ പറഞ്ഞ ഹ്യൂമറിനേക്കാളും നമ്മൾ സീൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ആക്ടേഴ്സിനെയും നമ്മുടെ ക്രൂവിനെയൊക്കെ ഇൻവോൾവ് ചെയ്യിക്കുമ്പോൾ കിട്ടുന്ന ഹ്യൂമറാണ് നമുക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആവുക. സോ അതിൽ ഏത് പിക്ക് ചെയ്യണം എന്നുള്ളതാണ് ആസ് എ ഡയറക്ടർ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം അജിത് ചേട്ടൻ്റെ ഒരു സീനുണ്ട്, ജോളോച്ചിപ്പിൻ്റെ ഒരു സീൻ. അത് ഓൺ ദ ഗോയിൽ ഉണ്ടായി വന്നൊരു സീനാണ്. കംപ്ലീറ്റ്ലി വേറൊരു സീനായിരുന്നു ഓൺ പേപ്പർ ഉണ്ടായിരുന്നത്. സോ അങ്ങനെയുള്ള ഭയങ്കരമായ മോഡിഫിക്കേഷനിലാണ് ഒരു ഹ്യൂമർ പടം ഉണ്ടാകുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ആ ഒരു മോർ ദാൻ ഇത് ഈ സ്ക്രിപ്റ്റിൽ എന്തെന്ന് നോക്കുന്നതിനേക്കാളും എങ്ങനെ സ്ക്രിപ്റ്റിന്റെ ബിയോണ്ട് ദ സ്ക്രിപ്റ്റ് എങ്ങനെ ഹ്യൂമർ കൊണ്ടുവരാന്നുള്ളതായിരുന്നു നമ്മുടെ ഫോക്കസ്. കാരണം ഈ ആക്ടേഴ്സ് ഒക്കെ അതിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ. പൊതുവെ ഈ അൽത്താഫ്, നീരജ് മാധവ്, അജു വർഗീസ് 3 പേരുടെയും കാര്യം നോക്കുകയാണെങ്കിൽ പല കോമ്പിനേഷനിൽ ഇവർ ഹ്യൂമർ, പല രീതിയിലുള്ള ഹ്യൂമർ ഇവർ വരുമ്പോൾ ഈ എഴുതി വെച്ച സാധനത്തിൽ നിന്ന് ഒരു ഇംപ്രവൈസ് സ്ട്രക്ചറിലേക്ക് ഒരു മാറ്റം, അതെങ്ങനെ അത് വിറ്റ്നസ് ചെയ്യുന്നത്? അത് ഭയങ്കര രസമായിരുന്നു. കാരണം അത് ഇപ്പൊ നമ്മൾ എഴുതി വെച്ച സാധനം തന്നെ അവര് പറഞ്ഞത് വേറൊരു സാധനം ഓട്ടോമാറ്റിക്കായി മാറും. അത് ഭയങ്കരമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. അതായത് ഇപ്പൊ സ്ക്രിപ്റ്റ് ഒരു ബേസ് ആണെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഷോട്ട് എടുക്കുമ്പോഴത്തേക്ക് തന്നെ അതൊരു 10 നില മുകളിൽ എത്തിയിട്ടുണ്ടാവും. സോ അതൊരു കോൺഫിഡൻസും കൂടെയാണ്. നമ്മൾ ആ സ്ക്രിപ്റ്റിന്റെ കൊറിയോഗ്രാഫിയും കാര്യങ്ങളൊക്കെ ആക്ടേഴ്സ് വരുന്നതിന് മുമ്പ് പ്രോപ്പർ ആക്കിയാൽ മതി. ബാക്കി പിന്നെ അവർ കാരവൻ എന്നൊക്കെ അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് അവരത് ഓൾമോസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ടാവും. എന്നിട്ട് വന്നിട്ട് എന്നെ വിളിക്കും ഇടക്ക്, എടാ ഇങ്ങനൊരു സാധനം കുറച്ച് ആ ഒരു മീറ്റർ സെറ്റ് ചെയ്ത് എല്ലാ ആക്ടേഴ്സിനും അതൊരു പേടി ഉണ്ടാവും, ഇത് ക്രിഞ്ചാണോ എന്നുള്ളൊരു സാധനം. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ചേട്ടാ ഇത് ഓക്കെയാണ്, മറ്റേ ചേട്ടാ അത്
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരുമാണ്. സോ ആ ഒരു സാധനത്തിലാണ് അത് ഭയങ്കര രസമുള്ള പ്രോസസ്സാണ്. അത് ഭയങ്കര റിസ്ക്കിയാണ്, കാരണം നമ്മുടെ ഡിസിഷനിലാണ് ഒരു സാധനം. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഡിസിഷൻ. പക്ഷെ നമുക്ക് ഇതിലിപ്പോ ഒരു റിഹേഴ്സലിന്റെ മോഡൽ ഇപ്പൊ പലപ്പോഴും ആക്ടേഴ്സ് വരുന്നത് സെറ്റിലേക്ക് നേരിട്ട് വരിക എന്നുള്ളൊരു പരിപാടിയാണ്. ഇതില് ഇപ്പൊ ഈ കാരവാനിൽ ഈ പറഞ്ഞ പോലെ റിഹേഴ്സൽസ് ഒക്കെ അവര് ചെയ്യും. അവരിരുന്ന് ഡയലോഗ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അത് സെറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു സാധനം ആകുമ്പോൾ വിളിക്കും ഇങ്ങനെ. അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഏകദേശം സെറ്റപ്പ് ഒക്കെ റെഡി ആയിട്ടുണ്ടാകുമ്പോൾ പോകും. എന്നിട്ട് ഇത് ഇങ്ങനെ ഇവരോട് ചില സമയത്ത് നോ പറയേണ്ടി വരും. അതും ഭയങ്കര പ്രോസസ്സാണ്. ഇവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു സാധനം ചെയ്യാന്നൊക്കെ പറയുന്നത്. പക്ഷെ ഭയങ്കര രസമാണ്. ആ ഒരു ഈ ഹ്യൂമർ പടം ചെയ്യുമ്പോൾ നമുക്കുള്ളൊരു ഗുണമാണ്. ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ള പ്രോസസ്സായി ഓൺ പേപ്പർ ടു സീൻ എന്ന് പറയുന്ന സാധനം. ഈ ആദിത്യൻ ആക്ച്വലി ഈ അഭിനയം എന്നുള്ള സംഗതി ആസ് എ ഡയറക്ടർ നോക്കുമ്പോൾ ആക്ടേഴ്സിനെ വർക്ക് ചെയ്യുന്ന പ്രോസസ്സ് ശരിക്കും എങ്ങനെ? കാരണം ആദിത്യൻ ആസിൻ ഒരു ആക്ടറായിട്ടും കൂടെ നിൽക്കുന്നുണ്ട്. ഹൃദയത്തിൽ അഭിനയിച്ചു. ഇപ്പം ഡിജിറ്റലിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ സെബാസ്റ്റിൻ്റെ വെള്ളിയാഴ്ചയിലുണ്ട്, മറ്റേ ആവറേജ് അമ്പിളിയിൽ ക്യാരക്ടർ ചെയ്യുന്നത്. അങ്ങനെ ഒരു ആക്ടർ സ്പേസിൽ നിന്നുകൊണ്ടാണല്ലോ ഒരു ഡയറക്ടർ ഇതാക്കുന്നത്. ആ വർക്കിംഗ് എങ്ങനെ ശരിക്കും? രണ്ടും ഭയങ്കരമായിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് ആക്ച്വലി എനിക്ക് ഡയറക്ഷനായി. ഇപ്പൊ ഞാൻ വേറൊരു ഡയറക്ടറുടെ ക്യാമറയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്ന സമയത്ത് എനിക്ക് ഒരു ഡയറക്ടർ പെർസ്പെക്റ്റീവ് ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റും അവരെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് സട്ടിലിറ്റിയിലാണ് ഇത് പോകേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് കുറച്ചും കൂടി ഒരു ഡയറക്ടേഴ്സ് ആക്ടർ എന്നുള്ള രീതിയിലോട്ട് മാറാൻ വേണ്ടി പറ്റും. തിരിച്ച് അത് തന്നെയാണ്. ഇപ്പം എൻ്റെ മുന്നിൽ എൻ്റെ കൂടെയുള്ള എനിക്ക് പെർഫോമേറ്റീവായിട്ട് അങ്ങനെ പെർഫോം ചെയ്യുന്ന ആക്ടേഴ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് അവർ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അവർക്കത് കിട്ടും ആ മീറ്റർ. എനിക്കത് പെർഫോം ചെയ്ത് കാണിച്ചു കൊടുക്കാൻ കൂടെ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലൈമാക്സിൽ ഒരു ഇതുണ്ട്, തോക്കിങ്ങനെ പിടിച്ചിട്ട് നീരജും അജിച്ചേട്ടനും കൂടെ ഇങ്ങനെ കറങ്ങുന്ന പരിപാടി. അത് ഒരു ടേക്ക് പോയി. മോണിറ്റർ എനിക്ക് പെട്ടെന്ന് തോന്നി ഓക്കെ ഇത് ചെയ്ത രസമായിരിക്കും. അപ്പൊ നമ്മൾ ഷോർട്ട് പടപടേ എടുത്തോണ്ടിരിക്കുക നമ്മള്. ഞാൻ പെട്ടെന്ന് അജിച്ചേട്ടനോട് ചേട്ടാ ഇങ്ങനെ ഒരു സാധനം ചെയ്ത് നോക്കിയാലോ. ആ ഒരു സെക്കൻഡിൽ പുള്ളിക്ക് കിട്ടി. അവിടെ നമ്മൾ നിന്ന് കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ പുള്ളിക്ക് അത് അതിൽ ഹ്യൂമർ കിട്ടി. പുള്ളി അപ്പൊ തന്നെ അത് അടുത്ത ടേക്ക് അത് ഓക്കെയാ. സോ അത് ഭയങ്കര കോംപ്ലിമെന്റ് ചെയ്യും. നമുക്ക് ആക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ നമ്മൾ ആക്ടർ ആയതുകൊണ്ട്. അപ്പൊ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കമ്മ്യൂണിക്കേഷൻ ഭയങ്കര എളുപ്പമാണ് രണ്ട് രീതിയിലും. ഒരു 5 മിനിറ്റ് നോക്കുന്നത് തീരും എന്നുള്ളൊരു പരിപാടി ഉണ്ട്. അത് ഇവര് പറയുകയും ചെയ്യും നീ അഭിനയിച്ച് കാണിച്ചാൽ ഭയങ്കര രസമാണ്. നമ്മുടെ ഒരു ആക്ടറിന് നമ്മളുടെ ആക്ടറിന് കിട്ടുന്ന വാലിഡിറ്റി കൂടി ഉണ്ട്. അത്ര വലിയ ആക്ടേഴ്സ് നമ്മളോട് ചെയ്ത് കാണിച്ചതെന്ന് പറയുന്ന സമയത്ത് അത് എങ്കിലും ചന്ദ്രികയിലായാലും അതെ സുരാജ് ചേട്ടൻ ചെയ്യിപ്പിച്ച് നീ ഒന്ന് ചെയ്യ് കാട്ടെ എന്നുള്ള സാധനം പറയാം. അത് ചലഞ്ച് കൂടിയാ. അതായത് അവർക്കത് കമ്മ്യൂണിക്കേറ്റ് ആയില്ലെങ്കിൽ നീ നിനക്ക് ചെയ്യാൻ പറ്റും കളിയാക്കലും വരുമല്ലോ. ഇതിലെന്താ ഈ പ്ലൂട്ടോയില് ഒരു പാട്ടില് നിർത്തിയത് എന്താ അഭിനയം? പ്ലൂട്ടോയില് ഇത് ഓൾറെഡി അത് ഭയങ്കര ഒരു അത്ര ഹെക്ടിക് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഇതുകൂടെ പിടിച്ചു കഴിഞ്ഞാൽ ആരും പറഞ്ഞോ കണ്ടിട്ട് ഈ പാട്ട് നോട്ടീസ് ചെയ്തിട്ട് പറഞ്ഞു എന്നെ അറിയുന്നവർക്കൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെന്താ വെച്ചാല് ഈ പറഞ്ഞ പോലെ ഒരു ആക്ടറായിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ മുകളിലുള്ള ജഡ്ജ്മെന്റ് കുറച്ച് കുറവാണ്. അതായത് ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് അഭിനയിക്കാൻ കുറച്ച് പേടിയാണ്. വേറൊരു ഡയറക്ടർ വരുന്ന സമയത്ത് ആ ഒരു ജഡ്ജ്മെന്റ് ഇച്ചിരി കൂടെ സ്ട്രോങ്ങർ ആയിരിക്കും. അവർ പറയുന്നത് ചെയ്താൽ മതി. അത് കുറച്ചും കൂടെ സേഫാണ്. എനിക്ക് കുറച്ച് പേടിയുള്ള ഒരു പരിപാടി കൂടെ. ഈ ഡിജിറ്റൽ സ്പേസിൽ നിന്ന് സിനിമയിലേക്ക് രണ്ടിലും വർക്ക് ചെയ്ത ഒരാളാണല്ലോ ശരിക്കും ആദിത്യൻ. ഇപ്പോൾ ഡിജിറ്റൽ സ്പേസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആവറേജ് അമ്പിളി നോക്കുകയാണെങ്കിൽ സെബാസ്റ്റിൻ്റെ വെള്ളിയാഴ്ച മ്യൂസിക് വീഡിയോ മറ്റേ ബേസിലേട്ടനായിട്ട് മ്യൂസിക് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് സിനിമയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇപ്പോൾ പണ്ട് പറയാവുന്നൊരു സംഗതി ഉണ്ടല്ലോ, ഇപ്പോൾ നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ നോവൽ എഴുതുന്ന പലർക്കും സ്ക്രീൻ പ്ലേ എഴുതുമ്പോൾ പാളും എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ചേഞ്ചിൽ ഉറപ്പായിട്ടൊരു ഷിഫ്റ്റ് ഉണ്ട്. പക്ഷെ ഈ രണ്ടും വ്യത്യസ്തമായിട്ട് നിൽക്കണം എന്ന് ഒറ്റ വാക്കിൽ പറയല്ലാതെ ഇത് ശരിക്കും എങ്ങനെയാണ് നിങ്ങളുടെ അപ്രോച്ചിൽ ഈ രണ്ടും ഡിജിറ്റൽ ടു ഫിലിം എങ്ങനെയാണ് അത് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് നിർത്തുന്നത്? എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് നമ്മൾ ഡിജിറ്റലി വർക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ലിമിറ്റേഷൻസിൽ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമ്മളൊരു സാധനം ഇല്ലാന്ന് നമ്മളോട് സെറ്റിംഗ് വന്ന് പറയുകയാണെങ്കിൽ ഇല്ല, പ്ലാൻ ബി, നമ്മൾ പ്ലാൻ ഡി വരെ ഉണ്ട്. കാരണം ഓൾറെഡി നമ്മൾ അങ്ങനെ ഒരു സ്പേസിൽ നിന്നാണ് വരുന്നത്. കാരണം യൂട്യൂബാണ്, നമുക്ക് ആർക്കും അത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഒരു സീരീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത്. സോ അത് ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രെങ്ത് ആണ് നമുക്ക്. നമ്മൾ ഉള്ളത് വെച്ചിട്ട് നമ്മളൊരു പരിപാടി സെറ്റ് ചെയ്യും. സോ അത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതേസമയം നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് അവിടെ കിട്ടുന്നതിൻ്റെ ഒരു 3 ഇരട്ടി സെറ്റപ്പുകൾ ഇവിടെ നമുക്ക് കിട്ടുകയും ചെയ്യും. സോ എപ്പോഴും നമുക്ക് അപ്ഗ്രേഡ് ആവാനുള്ളൊരു
ഒരു പോസിബിലിറ്റി കൂടി ഉണ്ട്. അതൊരു പുതിയ ലേണിംഗ് കൂടിയാണ്. പുതിയ സാധനങ്ങൾ വരുന്ന സമയത്ത് അതെങ്ങനെ യൂസ് ചെയ്യാം, ഈ മാൻ പവർ എങ്ങനെ നമുക്ക് എഫക്റ്റീവായി യൂസ് ചെയ്യാം ഉള്ള സാധനങ്ങളൊക്കെ അതിനൊരു ഒരു ഒരു ലേണിംഗ് കർവ് കൂടി ഉണ്ട് ഈ ഡിജിറ്റൽ സ്പേസ് ടു സിനിമ വരുന്ന സമയത്ത്. അത് ഈ പറഞ്ഞ പോലെ ഭയങ്കര രസമാണ്. അത് നമ്മൾ ചെയ്ത് തന്നെ പഠിക്കുന്നതാണ്. ഇപ്പൊ എങ്കിലും ചന്ദ്രികയിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമ പ്രോപ്പർ സെറ്റിൽ അത്രയും ദിവസം നിൽക്കുന്നത് എന്റെ ഫസ്റ്റ് പടത്തിലാണ്. അപ്പൊ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഇത് കണ്ട് പഠിക്കുകയാണല്ലോ ആ ചെയ്യുന്ന സമയത്ത്. നല്ലൊരു ഇതായിരുന്നു. പിന്നെ സിനിമ ഇത് രണ്ടും തമ്മിൽ വേറെ വ്യത്യാസം എന്ന് എനിക്ക് തോന്നിയത്, സിനിമയിൽ കുറച്ചും കൂടി നമ്മൾ ഗ്രാൻഡ്യൂർ കൊണ്ടുവരാൻ വേണ്ടി ഇപ്പൊ പ്രത്യേകിച്ച് വലിയ സിനിമ വലിയൊരു ക്യാൻവാസിലോട്ടാണ് നമ്മൾ വരുന്നത്. അപ്പൊ നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി ക്ലോസർ ടു ദ ക്യാരക്ടർ പോകാനാണ് ട്രൈ ചെയ്യുക. ഇമോഷൻസിന്റെ അങ്ങോട്ടേക്കാണ് നമ്മൾ ഇൻക്ലൈൻ ചെയ്യുക. കാരണം നമുക്ക് ഗ്രാൻഡർ എന്തായാലും കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ആ സൈഡ് ഏകദേശം നമുക്ക് സ്ട്രോങ് ആവും. നമ്മൾ ആ ഗ്രാൻഡറും കൂടെ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും ഇമോഷനും കൂടെ ആവുന്ന സമയത്ത് ഒരു പെർഫെക്റ്റ് ഒരു കണക്ട് ആവുന്ന ഒരു സിനിമ ഉണ്ടാവും. സോ ആ ഒരു പ്രോസസ്സിലാണ് ഇപ്പോഴും. എഴുത്തിലും ആ ഒരു ചേഞ്ച് നിങ്ങൾ കൊണ്ടുവരാൻ നോക്കാറുണ്ടോ? മീൻസ് കോൺഷ്യസ്ലി ഒരു ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ അമ്പിളിയിലൊക്കെ ആ ഒരു ക്യാരക്ടറിനെ ഡ്രിവൺ ആയിട്ട് അതിന് ക്ലോസ് ആയിട്ടുള്ളൊരു എഴുത്ത് പ്രോസസ് ആയിരുന്നു ആ വേൾഡിൽ മാത്രം നിൽക്കുന്നത്. ഇപ്പം ഇപ്പം മന്മഥൻ എഴുതുന്ന സമയത്ത് കുറച്ചും കൂടി ആ ഇമോഷൻ നമ്മൾ ഓൾറെഡി ക്രാക്ക് ചെയ്ത് നമുക്ക് അറിയാം, അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ കൂടെ ഈ ഗ്രാൻഡർ കൂടെ ക്രാക്ക് ചെയ്യാനാണ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്ലൂട്ടോയിലായാലും നമുക്ക് പ്ലൂട്ടോ കുറച്ചും കൂടി ഈ ഒരു ബ്രെയിൻ റോട്ട് ഇതായതുകൊണ്ട് നമുക്ക് ഇമോഷൻ നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല. നമ്മൾ ഈ വിത്തിൻ ദ ലിമിറ്റ് ഓഫ് ദ ബഡ്ജറ്റ്, വിത്തിൻ ദ സ്പേസ്, ഈ സ്ക്രിപ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സ്പേസിൽ എങ്ങനെയാണ് ഒരു വേൾഡ് ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. സോ അങ്ങനെ ഓരോ സ്ക്രിപ്റ്റിനനുസരിച്ച് നമ്മളിങ്ങനെ ഡിഫറെൻറ്റ് സാധനങ്ങൾ ട്രൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതൊക്കെ വരുന്നൊരു സാധനത്തിൽ എത്തിച്ചേരുക എന്നുള്ളൊരു ഒരു പ്രോസസ്സാണ്. ഈ പ്ലൂട്ടോന്റെ സോണിൽ നിങ്ങൾക്കൊരു ഐഡിയൽ എക്സാമ്പിൾ എന്ന് പറയുന്ന ഒരു മീൻസ് റെഫറൻസ് എടുത്തതല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ ഒരു ഐഡിയൽ എക്സാമ്പിൾ എന്നൊക്കെ മീൻസ് പ്ലൂട്ടോന്റെ സോണ് പറഞ്ഞ ഒരു ഭയങ്കര കിഡിഷ് ആയിട്ടുള്ള ഈ ബ്രെയിൻ റോട്ട് സ്വഭാവം പറഞ്ഞുകൊണ്ടും കൂടെയാണ്. അങ്ങനെ ഒരു സിനിമയൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടോ? അതെ, മുമ്പ് എപ്പോഴെങ്കിലും കണ്ട സിനിമ ആയിരിക്കാം. എനിക്ക് അങ്ങനെ ഇതിനൊരു റെഫറൻസ് ആയിട്ട് തോന്നിയില്ല. അതാണ് എന്നെ എക്സൈറ്റ് ചെയ്യിച്ചൊരു കാര്യം. ഇത് ഇങ്ങനെ ഒരു സിനിമ ആണ്. പക്ഷെ ഞാൻ ഈ ആദ്യം ചെയ്ത ബിടെക് മാമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ് സീരീസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആവറേജ് അമ്പിളിക്ക് മുന്നേ വരെ ചെയ്ത കുറച്ച് സീരീസുകളിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എഡ്ഗർ റൈറ്റിന്റെ ഒക്കെ ഫാനായിരുന്നു. ഇപ്പോഴുമാണ് ഗൈ റിച്ചി. സോ അവരുടെ കുറച്ച് പരിപാടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് ചെയ്യാനാണ് ഞാൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന 2 ഷോട്ട് ഒരു മാച്ച് കട്ട. ബിടെക് മാമന്റെ ഫസ്റ്റ് 2 ഷോട്ട് ഉണ്ട്. വീട്ടിൽ നിന്ന് എഴുന്നേറ്റിട്ട് പാലിന്റെ ഒരു പാത്രം കയ്യിലേക്ക് വരും. അടുത്ത ഷോട്ട് പറഞ്ഞു മിൽമയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത് ഒരു മാച്ച് കട്ട. അതാണ് ഞാൻ ആദ്യം ട്രൈ ചെയ്തത്. അത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള പടങ്ങളിൽ പറഞ്ഞ പോലെ ഷോൺ ഓഫ് ദ ഡെഡ്, ഗാരിച്ചി ഫിലിംസ്, ബാക്കിയുള്ളത് അങ്ങനെയുള്ള ഒരുപാട് ഇവരുടെ പടങ്ങളിൽ നിന്നൊക്കെ ഉള്ളൊരു പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞ അമ്പിളി പോലുള്ള റിയലിസ്റ്റിക് സാധനങ്ങളോട് പോകുന്നത്. സോ അത് റെഫറൻസ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള പടങ്ങളാണ് കുറച്ചുകൂടെ ഈ പടത്തിലോട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയത്. ഈ സ്പ്ലിറ്റ് സ്ക്രീൻ പരിപാടികളും കാര്യങ്ങളും. അതുപോലെ എക്സ്ട്രാക്ഷൻ പാർട്ടി എന്ന് പറഞ്ഞിട്ട് നെറ്റ്ഫ്ലിക്സിന്റെ അതിലും അത് ആക്ച്വലി നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അടുത്ത സിനിമയിൽ ഇങ്ങനെ ഒരു സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്യണം, ഏത് സ്ക്രിപ്റ്റ് വന്നാലും ഇങ്ങനെ ഒരു സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ സമയത്ത് അത് ആൾക്കാർക്ക് വർക്ക് ആവുന്നുണ്ടെന്ന് തോന്നി. സോ അങ്ങനെയാണ് പ്ലൂട്ടോയിലോട്ട് അത് അഡാപ്റ്റ് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ ഈ എഡ്ഗർ റൈറ്റ് സിനിമകളിലെ സാധനങ്ങൾ നമ്മൾ ക്ലൈമാക്സിലടക്കം യൂസ് ചെയ്തിട്ടുണ്ട്. അതൊരു എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഹോമേജ് ടു എനിക്കിഷ്ടപ്പെട്ട ആദ്യമായിട്ട് ഞാൻ കണ്ടു തുടങ്ങിയ ഹോളിവുഡ് പടങ്ങളിൽ എനിക്കിഷ്ടപ്പെട്ട പടങ്ങൾക്കുള്ള ഒരു ഇതായിട്ടൊക്കെ ചെയ്തതാണ്. ഈ ട്രാൻസിഷൻ പരിപാടി, മാച്ച് കട്ട്, ഇങ്ങനത്തെ ഒരു ഈ വിഷ്വൽ ഗിമ്മിക്സ് നമ്മൾ പോർട്രേ ചെയ്യുമ്പോൾ അതിനൊരു പ്ലാൻഡ് ഒരു പ്രീ ഷൂട്ടൊക്കെ നിങ്ങൾ നടത്താറുണ്ടോ? അതോ എപ്പോഴും ഇല്ല. അത്രയും കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്ന സാധനങ്ങൾക്ക് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ സ്പോട്ട് എഡിറ്റിൽ തന്നെ അത് പ്രോപ്പർ ആണെന്ന് ചെക്ക് ചെയ്യും. അത് ഭയങ്കര സ്പോട്ട് എഡിറ്റർക്കും ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. 2 ഷോട്ടിന്റെ ഇടയിൽ പുള്ളി ഇത് സ്പ്ലിറ്റ് സ്ക്രീൻ സെറ്റ് ചെയ്ത് നമുക്ക് കാണിച്ചു തരണം. അപ്പൊ അത് ഇപ്പം നമ്മുടെ രാഹുൽ ആയാലും അനന്തു ആയാലും എല്ലാവരും ട്രാവൽ കിറ്റ് ഇവരെല്ലാവരും 3 സ്പോട്ട് എഡിറ്റേഴ്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ തുടങ്ങുമ്പോൾ അവസാനം രാഹുൽ എന്നോട് പറഞ്ഞു, ഒരു സാധാരണ പടത്തിൽ എടുക്കുന്നതിന് 10 ഇരട്ടി പണി ഞാൻ ഇതിലെടുത്തിട്ടുണ്ട്. സോ അങ്ങനെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം പ്ലൂട്ടോയിലുള്ള ഏകദേശം 90% സ്പ്ലിറ്റ് സ്ക്രീനും പരിപാടികളും നമ്മൾ ഓൺ സെറ്റിൽ ഇംപ്രൂവൈസ് ചെയ്ത് ഉണ്ടാക്കി സ്പോട്ട് എഡിറ്റിൽ കണ്ടൊക്കെ വർക്കാണെന്ന് തോന്നിയിട്ട് കീപ്പ് ചെയ്ത സാധനം. വിഷ്ണു ശർമ്മയിലേക്ക് എങ്ങനെയാ എത്തുന്നത്? വിഷ്ണു ശർമ്മ കുറെ കാലമായിട്ട് മലയാളത്തില് അല്ലെ ചെയ്ത് ബോധയിലൊക്കെ ഭയങ്കരമായിട്ട് നമ്മള് ഇങ്ങനെ വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. വിഷ്ണു ശർമ്മ ആക്ച്വലി ഞാനും പടത്തിന് മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ
മലയാളത്തിലൊക്കെ ചെയ്ത് പുറത്ത് പോയി വലിയ പടങ്ങൾ ചെയ്യുന്ന വിഷ്ണു ശർമ്മ ആക്ച്വലി ശ്രീരാജേട്ടനായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ശ്രീരാജേട്ടന് ചെറിയൊരു ഫാമിലി ഇഷ്യൂസ് എമർജൻസി ഒക്കെ വന്നിട്ട് പുള്ളിക്ക് അത് ചെയ്യാൻ പറ്റാത്തപ്പോഴാണ് ലാസ്റ്റ് മൊമെന്റിലാണ് വിഷ്ണുവേട്ടൻ വരുന്നത്. അപ്പം നമ്മൾ ആക്ച്വലി കാണുന്നത് ഡേ 0 ഷൂട്ടിന്റെ തലേ ദിവസം കാണുന്നത്. അപ്പോൾ എന്നിട്ടാണ് നമ്മൾ ഈ വിഷ്വൽ പരിപാടി ഉണ്ടാക്കുന്നത്. പക്ഷെ അന്ന് മുതൽ ഇപ്പോൾ ഇന്നലെ വരെയുള്ള നമ്മുടെ ഒരു നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ ഇൻസിങ്ക് ആയിരുന്നു ഈ കാര്യം. കാരണം പുള്ളിക്ക് എക്സൈറ്റിംഗ് ആവുന്ന സാധനങ്ങൾ തന്നെയാണ് എനിക്കും എക്സൈറ്റിംഗ് ആണ്. അപ്പോൾ പുള്ളി നമ്മൾ റാദർ ദാൻ ഒരാൾ സജഷൻ പറഞ്ഞ് മറ്റേ ആൾ എടുക്കുന്നതിലുപരി ഞാൻ ഒരു കാര്യം പറയുമ്പോൾ പുള്ളി ഒരു സാധനം അതിൻ്റെ മുകളിലുള്ള പറയും, അപ്പം വേറെ ആൾ ചിലപ്പോൾ അതിന് മുകളിലുള്ളത് പറയും. അപ്പം ആ ഒരു പുള്ളി പറഞ്ഞ ഷോട്ട് ചിലപ്പോൾ തൊട്ടടുത്ത ഡയലോഗിനായിരിക്കും ഭയങ്കരമായിട്ട് വർക്ക് ആവുക. സോ അങ്ങനെ ഒരു കോംപ്ലിമെന്റ് ചെയ്ത് ബിൽഡ് ചെയ്യുന്നൊരു ഭയങ്കര ഹൈ ഉള്ളൊരു പ്രോസസ്സ് ഇതിൽ ശർമ്മയോട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഷൂട്ട് ടൈം ആയിരുന്നു. അതുപോലെ നമ്മുടെ ഡയറക്ഷൻ ടീമും DOP ടീമും ആയാലും ഭയങ്കര ഇൻസിങ്ക് ആയിട്ട് വർക്ക് ചെയ്തൊരു പടമാണ് പ്ലൂട്ടോ. സോ ഹോപ്പ്ഫുള്ളി അടുത്ത പടവും ശർമ്മയോട് തന്നെ ചെയ്യണം എന്നാണ് ആഗ്രഹം. ഈ നമ്മള് ഈ ഡിജിറ്റൽ സ്പേസ് സിനിമയിലേക്ക് ഉള്ള രീതിയിൽ പറഞ്ഞല്ലോ, ഇത് ഈ മേക്കർ പെർസ്പെക്റ്റീവിൽ മാത്രമല്ല, ആക്ടേഴ്സിന്റെ പെർസ്പെക്റ്റീവിൽ ഈ ഒരു പരിപാടി വരുന്നുണ്ടോ? അത് ഈ പണ്ടത്തെ കാലത്തിൽ ഈ പറഞ്ഞ നാടകത്തിൽ നിന്ന് സിനിമ വരുന്ന ഒരു എവല്യൂഷൻ ഉണ്ടായിരുന്നു. കുറച്ച് കാലം കഴിഞ്ഞിട്ട് മിമിക്രിയിൽ നിന്ന് സിനിമയിലേക്ക് വരുന്ന ഒരു ഏജ് ഓഫ് മലയാളം സിനിമ ഉണ്ടായിരുന്നു. അതിൻ്റെ ലേറ്റസ്റ്റ് ഫോമിൽ നമ്മളിരിക്കുമ്പോൾ കോണ്ടന്റ് ക്രിയേഷനിൽ നിന്ന് സിനിമയിലേക്ക് വരുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് കാണുന്നത്. ഇതിപ്പോൾ ഐഡിയൽ കേസിൽ രണ്ടും കോഎക്സിസ്റ്റ് ചെയ്തിട്ട് തന്നെ വർക്ക് ചെയ്യണം. പക്ഷേ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് സിനിമയിൽ വരുന്ന അഭിനയിക്കുമ്പോൾ ഒരുപാടൊരു ഹെയ്റ്റ് അവർക്ക് കിട്ടുന്ന പോലെ നമ്മൾ വിറ്റ്നസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ പ്ലൂട്ടോന് മുന്നത്തെ സിനിമയായാലും ഭയങ്കര ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നു, ഇവർ തിരിച്ച് പറയുന്നു ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നു പറഞ്ഞു, അതിന് തിരിച്ച് ഇവർ കൗണ്ടർ, അങ്ങനെ ഒരു സൈബർ അറ്റാക്ക് പോലെ രണ്ട് കൂട്ടരും തമ്മിൽ ഇതാക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിലിപ്പോൾ പ്ലൂട്ടോയിലുണ്ടല്ലോ സുബിൻ ടാർസൻ ഉണ്ട്, നിഹാലുണ്ട്. എങ്ങനെയാണ് ഈ കോണ്ടന്റ് ക്രിയേഷൻ എന്ന ആക്ടേഴ്സിനെ സിനിമയിലേക്ക് വരുമ്പോൾ ഇവരൊക്കെ ഭയങ്കര ഹെയ്റ്റ് അനുഭവിക്കേണ്ടത് തോന്നുന്നുണ്ടോ ശരിക്കും പേഴ്സണലി? ഉണ്ട്, സ്വാഭാവികമായിട്ട്. ഇപ്പം കോണ്ടന്റ് ക്രിയേഷൻ മാത്രമല്ല, ഇപ്പോൾ ആക്ടേഴ്സിൻ്റെ എടുത്താലും അതുണ്ടല്ലോ. അത് ഇപ്പോൾ കുറച്ചും കൂടി സോഷ്യൽ മീഡിയ ഇങ്ങനെ ഒരു സ്പേസിൽ നിൽക്കുന്നതുകൊണ്ട് എല്ലാ കാര്യത്തിലും അതുണ്ട്. നമ്മൾ അകത്തോട്ട് എടുക്കാതിരിക്കുക എന്നുള്ളൊരു ഇത് മാത്രമാണ്. അത് അവർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവർക്ക് പറഞ്ഞാൽ അറിയാം, ഓക്കെ ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് ഇതുണ്ട് എന്നുള്ളത് അവർക്ക് ക്ലിയർ ആയിട്ട് അറിയാം. അതിപ്പം എല്ലാ ആർട്ടിസ്റ്റിനും അത് അറിയുന്നുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അവരെത്ര നല്ലത് ചെയ്താലും ഹേറ്റേഴ്സ് ഇസ് ഗോണ ഹേറ്റ്. അപ്പൊ നമ്മൾ എത്ര നല്ലത് ചെയ്താലും ദേ ആർ ഗോണ ഹേറ്റ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്ലൂട്ടോന്റെ ഒരു വൺ ലൈൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര സിമ്പിൾ, ഭയങ്കര സ്ട്രെയിറ്റ് വൺ ലൈൻ ആണല്ലോ. ഒരു സ്പോയിലർ ഇല്ലാതെ പറയുന്നത്, ഒരു ഭയങ്കര തോൽവിയായിട്ടുള്ള നായകൻ ഒരാൾ വരുന്നു, ട്രാൻസിഷൻ നടക്കുന്നുണ്ട്, ഒരു ഫേസ് ഓഫ് എന്നൊക്കെ ഉള്ള രീതിയിൽ ട്രെയിലറിന് വ്യക്തമായിട്ടുള്ള സാധനങ്ങളെ പറയുന്നുള്ളൂ. ഈ ഒരു എഴുത്ത് പരിപാടിയിൽ ആദിത്യൻ എപ്പോഴാണ് ഇതിലേക്ക് എക്സൈറ്റ് ചെയ്ത് വരുന്നത്? കാരണം ഐ തിങ്ക് ക്രിയേറ്റീവ് ഡയറക്ടർ ആയിട്ടാണ് ഇതിലേക്ക് ഓൺ ബോർഡ് വരുന്നത്, ഡയറക്ഷനിലേക്ക് മാറുന്നു. അതിൽ ഏത് പോയിന്റിലാണ് ഒരു കിക്ക് ഫാക്ടർ കിട്ടിയത്? ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ വന്നൊരു പ്രൊജക്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന പടത്തിന്റെ പ്രീന്റെ ഒരു പീക്കിൽ നിൽക്കുകയായിരുന്നു. നിന്ന് ചെയ്യാൻ അത്രയും സമയമില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. പിന്നെ അതൊന്നും ഒതുങ്ങിയപ്പോഴും ഇത് പ്രൊജക്റ്റ് ഓണായി ഷൂട്ട് ആവുന്നേ ഉള്ളൂ. അപ്പോഴാണ് ഞാൻ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് കയറുന്നത്. അപ്പോഴും ഞാൻ ഇതിന്റെ വിഷ്വൽ ലാംഗ്വേജിലാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്, സ്ക്രിപ്റ്റിൽ ഇൻവോൾവ് ആയിരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ ഞാനിത് ഏറ്റെടുത്ത ശേഷമാണ് ആക്ച്വലി സ്ക്രിപ്റ്റിലും കൂടെ കുറച്ച് ഇൻവോൾവ് ആയിട്ട് നീരജ് ബ്രോ ആയാലും അവരൊക്കെ എല്ലാവരും കൂടെ, നിയാസ് ആയാലും എല്ലാവരും ഇൻവോൾവ് ആയി ഇരുന്നിട്ടാണ് ഒരു 15 days ഓഫ് പ്രീയിലാണ് നമ്മൾ സ്ക്രിപ്റ്റ് ആക്ച്വലി ഒന്ന് റീവർക്ക് ചെയ്യുന്നത്. അജിത് ചേട്ടൻ്റെ വേൾഡൊക്കെ നമ്മളൊന്ന് ബിൽഡ് ചെയ്ത് പറഞ്ഞ ജോളോ ചിപ്പ് സീൻ പോലുള്ള സീൻസിലൊക്കെ അങ്ങനത്തെ സീൻസിനുള്ള പോസിബിലിറ്റി ഇട്ട് വെക്കുക എന്നുള്ളതായിരുന്നു. ഹ്യൂമറിനുള്ള പോസിബിലിറ്റി ഇട്ട് വെക്കുക. സെക്കൻഡ് ഹാഫിന്റെ റീസ്ട്രക്ചറിങ് പരിപാടികളൊക്കെ ചെയ്യുക. ഈ പറഞ്ഞ ക്ലൈമാക്സിന്റെ പരിപാടികൾ എങ്ങനെയാണ് അത് വർക്ക്ഔട്ട് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു 15 daysലാണ് നമ്മൾ ചെയ്യുന്നത്. ബേസിക്കലി ഒരു 15 days ഓഫ് പ്രീ ആണ് പ്ലൂട്ടോടെ ആസ് എ ഡയറക്ടർ ആൻഡ് ഡയറക്ഷൻ ടീം നമ്മുടെ ഇപ്പോൾ DOPക്ക് ആയാലും നമ്മുടെ ഒരു ഇത് എന്ന് പറയുന്നത്. ഈ പ്ലൂട്ടോനെ നമ്മളിപ്പോ റിലീസിന് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പൊ ഈ നമ്മുടെ ഇപ്പോഴത്തെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏത് ഇൻഡസ്ട്രി ആയാലും ഈ റിവ്യൂയിങ്ങിനെ ഭയങ്കരമായിട്ട് നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട്. സിനിമയിലെ അകത്തുള്ളവർ പുറത്തുള്ളവർ എല്ലാവരും റിവ്യൂവിനെ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട്. ഇൻസ്റ്റന്റ് റിവ്യൂസ് ആണ്. സിനിമ കാണുന്നു, കാറിലിരിക്കുന്നു, റിവ്യൂ ചെയ്യുന്നു. ആർക്കും അതിനെ തടുക്കാൻ പറ്റില്ല. അത് ഈ പറഞ്ഞ പോലെ ഒരു കോഎക്സിസ്റ്റിംഗ് പരിപാടിയിലാണ് പോകുന്നത്. റിവ്യൂയിങ്ങിന് ആക്ച്വലി ഇപ്പോൾ പെർട്ടിക്കുലർലി പ്ലൂട്ടോന്റെ റിവ്യൂയിങ്, നിങ്ങളുടെ ടീം, നിങ്ങൾക്ക് നേരിട്ടൊരു
സംഗതി എങ്ങനെയാണ് ശരിക്കും വിലയിരുത്തുന്നത്? നമുക്ക് ഈ പറഞ്ഞ പോലെ ഓൺലൈനിൽ ഭയങ്കരമായിട്ടുള്ള റിവ്യൂസിൽ മിക്സഡ് അഭിപ്രായങ്ങളും അതുപോലെ മോശം അഭിപ്രായങ്ങളും വരുന്നുണ്ടെങ്കിലും നമ്മൾക്ക് പേഴ്സണലി വരുന്ന തിയേറ്ററിൽ നിന്നുള്ള റെസ്പോൺസ് ആയാലും അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സിന് വരുന്ന എന്നെ പരിചയമുണ്ട് അല്ലെങ്കിൽ നീരജ് ബ്രോനെ പരിചയമുണ്ട് എന്ന് അറിയുന്ന ആളുകളോട് വേറെ ആളുകൾ പറയുന്ന റെസ്പോൺസ്, അങ്ങനെയുള്ള ഒരു ഓഡിയൻസിൻ്റെ അടുത്ത് നിന്ന് വരുന്നത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ റിവ്യൂസിന് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം അതിൻ്റെ വഴിക്ക് പോകും. നമ്മൾ ഇത് നമ്മുടെ വർക്കിൽ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു സാധനമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഓൺലൈനിലായാലും നല്ലത് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ റൈറ്റപ്സും കാര്യങ്ങളൊക്കെ എഴുതി അതുപോലെ നമുക്ക് മെസ്സേജ് അയച്ച് പറയുന്ന ആൾക്കാരുണ്ട് ഭയങ്കരമായിട്ട് വർക്കായിരുന്നു. എനിക്കൊന്ന് ഈ ഇതൊരു കുഞ്ഞു സിനിമയാണ്. നമ്മൾ എന്ത് സൈഫൈ എന്ന് പറഞ്ഞാലും നമുക്ക് നമുക്ക് വലിയ പേരുകളൊന്നും ഇല്ലാത്തൊരു സിനിമയാണ്. ഇതിൻ്റെ ലിമിറ്റേഷൻസ് ഓഫ് ഈ കാര്യങ്ങളൊക്കെ നിന്നിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സിനിമയാണ്. ആ ഒരു രീതിയിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചും കൂടെ ആസ്വാദ്യകരമായിരിക്കും. നമ്മളിത് കമ്പയർ ചെയ്യുന്നത് ഒരു ഇംഗ്ലീഷ് പടത്തിനോടൊക്കെ ആണെങ്കിൽ അറിയില്ല എനിക്ക് എത്രത്തോളം ആൾക്കാർക്ക് വർക്കാവുന്നുള്ളത്. സ്പൈഡർമാൻ്റെ ഒക്കെ അങ്ങനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. പിന്നെ സ്പൈഡർമാൻ്റെ ഓഡിയൻസിന് കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മളിത് എടുത്തു വെച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ ഒരു കോമിക് ബുക്ക് സ്റ്റൈലിലൊക്കെയാണ് നമ്മളിത് എടുത്തു വെച്ചിട്ടുള്ളത്. നോക്കാം, ഇനിയുള്ള ദിവസങ്ങളിൽ അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. പ്ലൂട്ടോ തിയേറ്ററിൽ ഓടുന്നുണ്ട്. പ്ലൂട്ടോ ഏറ്റവും കൂടുതൽ ആസ്വദിക്കപ്പെട്ട ഓഡിയൻസ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും